റീസെൻ്റ് ആയിട്ട് തണ്ടർ ബോൾട്സ് പടത്തിൽ ഓഫ് കോഴ്സ് എല്ലാവരും സെൻട്രീനെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഡി സിയിലെ സൂപ്പർമാനെ പോലെ തന്നെയുള്ള മാർവലിൻ്റെ ഒരു സൂപ്പർമാൻ ലൈക്ക് ക്യാരക്ടറാണ് സെൻട്രി. കഴിഞ്ഞൊരു ദിവസം സെൻട്രി വേഴ്സസ് സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ട് അഥവാ നമ്മുടെ മാർവലിലെ സെൻട്രിയും ഡി സിയുടെ സൂപ്പർമാനും തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ അതിൽ ആരായിരിക്കും ജയിക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ പവേഴ്സൊക്കെ കമ്പാരിസൺ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഒട്ടുമിക്ക ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന സെൻട്രിയും മാർവലിൽ തന്നെ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ഗോഡായിട്ടുള്ള നമ്മുടെ തോറും തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ അതിലാര് ജയിക്കുന്നുള്ളത്. സോ ആ ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി മാർവൽ ഓൾറെഡി ഡി സിയിലെ സൂപ്പർമാനെ കോപ്പി ചെയ്തിട്ടാണ്, ഐ മീൻ കോപ്പി എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ക്യാരക്ടറിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് സെൻട്രീനെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വിചാരിച്ചിട്ട് കറക്റ്റ് കോപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം അടിയോടെ എടുത്ത് വെക്കുന്നതിനാണ് കോപ്പി എന്ന് പറയാം. പക്ഷേ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ സൂട്ടും പവേഴ്സും ഇൻസ്പയർഡ് ആയിട്ട് മാർവൽ അവരുടേതായിട്ട് തന്നെ രീതിക്ക് ഒരു ഒറിജിൻ സ്റ്റോറിയും ബാക്ക് സ്റ്റോറിയും പവേഴ്സും ഒക്കെ കൊടുത്തിട്ടാണ് മാർവൽ ആ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് സെപ്പറേറ്റ്ലി വേറെ തന്നെ ഒരു ക്യാരക്ടറാണ്. സൂപ്പർമാനെ പോലെ പറക്കാൻ മാത്രം പറ്റും, കുറച്ച് പവേഴ്സും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് സൂപ്പർമാൻ ആവണമെന്നില്ലല്ലോ. സൂപ്പർമാൻ എന്ന് പറയുന്നത് ഒരു ഏലിയനാണ്. പുള്ളിയുടെ പ്ലാനറ്റ് നശിക്കുമ്പോൾ പുള്ളിയുടെ പാരൻസ് പുള്ളിനെ എർത്തിലേക്ക് അയക്കുന്നതാണ് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെയുള്ള യെല്ലോ സണ്ണ് സൂപ്പർമാൻ്റെ ഐ മീൻ ക്രിപ്റ്റോണിയൻ സെൽസിനെ എൻഹാൻസ് ചെയ്ത് അവരുടെ സെൽസിന് ഓൾറെഡി യെല്ലോ സണ്ണിൻ്റെ പവേഴ്സ് അബ്സോർബ് ചെയ്ത് സ്റ്റോർ ചെയ്ത് അത് പുള്ളിക്ക് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് കൊടുക്കുന്നത്. എന്നാൽ സെൻട്രിലേക്ക് വരുമ്പോൾ അത് ഡിഫറൻ്റ് ആണ്. പുള്ളിക്ക് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിന് കൊടുത്ത പോലെ തന്നെ ഒരു സൂപ്പർ സോൾജർ സീറം ക്രിയേറ്റ് ചെയ്ത് അത് ആക്സിഡൻ്റലി ബോബ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ കുടിച്ച് അങ്ങനെ പുള്ളിയുടെ ഉള്ളിലുള്ള മെൻറ്റാലിറ്റിയും പുള്ളിയുടെ ബാക്ക് സ്റ്റോറിയൊക്കെ കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് മൂന്ന് പേഴ്സണാലിറ്റീസ് ആയിട്ട് ഡിവൈഡ് ആയിട്ട് ബോബ്, സെൻട്രി, വോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് ആവും. ഇതാണ് സെൻട്രിയുടെ ഒറിജിൻ. ഇനി സെൻട്രിയുടെ പവേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ സെൻട്രി എന്ന് പറയുന്നത് പവർഫുൾ ക്യാരക്ടറാണ് സൂപ്പർമാൻ ലൈക്ക്. പക്ഷേ സെൻട്രീനേക്കാളും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വോയിഡ്. സോ ഈ വോയിഡും ഐ മീൻ വോയിഡും സെൻട്രിയും അത് മൊത്തത്തിലുള്ളൊരു ക്യാരക്ടർ സെൻട്രിനെ നമുക്ക് വെക്കാം. ഈ സെൻട്രിയും നമ്മുടെ മാർവലിലെ ഗോഡായിട്ടുള്ള തോറും തമ്മിലുള്ള ഫൈറ്റ് നടന്നാൽ ആര് ജയിക്കും? ഇപ്പോൾ സെൻട്രിയുടെ പവേഴ്സ് ഒറിജിൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇനി തോറിൻ്റെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ പറയാനൊന്നുമില്ല, പുള്ളി ഒരു ഗോഡാണ്, അത് തന്നെയാണ് പുള്ളിയുടെ പവർ. പിന്നെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അതായത് മ്യോൾണർ പൊക്കിയെങ്കിൽ മാത്രമേ തോറിന് പുള്ളിയുടെ പവേഴ്സ് കിട്ടുന്നു. അങ്ങനെയല്ല, തോറിന് ഓൾറെഡി പുള്ളിയുടെ പവേഴ്സ് ഉണ്ട്. പിന്നെ അത് പുള്ളിയുടെ പവേഴ്സിനെ ഒരു ചാനൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പുള്ളി മ്യോൾണർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓർഡിനറി സ്പെല്ലിട്ടുകൊണ്ട് മാത്രമാണ് വൃത്തിയായിട്ടുള്ളവർക്ക് അത് പൊക്കാൻ പറ്റുന്നു. ആ വൃത്തിയായിട്ടുള്ളവർക്ക് തോറിൻ്റെ പവേഴ്സും പൊസസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പുള്ളി ആ സ്പെല്ലിലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ മ്യോൾണർ പൊക്കുന്നവർക്ക് തോറിൻ്റെ പവേഴ്സ് കിട്ടുന്നത്. അതായത് ടിപ്പിക്കലി അവരെല്ലാവരും തോറായി മാറുന്നതല്ല, ആ മ്യോൾണർ കാരണം തോറിൻ്റെ കുറച്ച് പവേഴ്സൊക്കെ കിട്ടും, ഒരിക്കലും തോറായി മാറാൻ പറ്റില്ല. ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ അതൊരു ടഫ് ഫൈറ്റായിട്ട് തന്നെ പോവുമെങ്കിലും ഇതിൽ ഡെഫിനറ്റായിട്ട് ഒരു വിന്നർ ഉണ്ടാവും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. പക്ഷെ എന്നാലും ഞാൻ അതിനുള്ള കുറച്ച് ഫീഡ്സും കൂടി പറയാം. 1 മില്യൺ എക്സ്പ്ലോഡിങ് സണ്ണിൻ്റെ പവേഴ്സുള്ള ഒരാളാണ് സെൻട്രി. അതായത് 1 മില്യണോളം സണ്ണ് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചാൽ എത്രത്തോളം ഇമ്പാക്റ്റും പവേഴ്സും ഉണ്ടാവോ അത്രത്തോളം പവേഴ്സ് ഉള്ളടങ്ങിയിട്ടുള്ള ഒരാളാണ് സെൻട്രി. അതിൻ്റെ ഇരട്ടി പവർഫുള്ളാണ് വോയിഡ് എന്ന് പറയുന്ന ക്യാരക്ടർ. ആ വോയിഡിനെ തന്നെ ഡിഫീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഏതാണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കോമിക്സിൽ തന്നെ നമ്മളെ ആസ്ഗാർഡൊക്കെ നശിച്ചതിന് ശേഷം തോർ, അതായത് നോർമൽ വെർഷൻ ഓഫ് തോർ എർത്തിൽ വന്നിട്ട് ഒരു ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പുള്ളിയുടെ ആസ്ഗാർഡ് പോലെ ഒരു കാസിൽ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് റാഗ്നറോക്കിന് ശേഷം രക്ഷപ്പെട്ട കുറച്ച് ജനങ്ങളെയൊക്കെ അവിടെ താമസിപ്പിക്കും. അങ്ങനെ ആ ടൈമിൽ അത് ഇഷ്ടപ്പെടാതിരുന്നുണ്ടായിരുന്ന ഡാർക്ക് അവഞ്ചേഴ്സ്, അതായത് നമ്മളെ തണ്ടർ ബോൾട്സിനെ പോലെ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ഡാർക്ക് അവഞ്ചേഴ്സ് നമ്മുടെ തോറിനോടും പുള്ളിയുടെ ടീമിനോടൊക്കെ അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിപ്പിക്കാൻ വേണ്ടി വരും. ആ ടൈമിൽ ആ ഡാർക്ക് അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നോർമൻ ഓസ്ബോൺ ആണ്. അത് ആ ടീമിലുണ്ടായ ക്യാരക്ടറാണ് നമ്മുടെ സെൻട്രി. ഓഫ് കോഴ്സ് തോർ വന്ന് ഭൂമി താമസിക്കുന്നതുകൊണ്ട് ഭൂമിയിലുള്ള ജനങ്ങൾക്കും നമ്മുടെ മെയിനായിട്ടുള്ള ഹീറോസിനൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് ഇത്ര പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡാർക്ക് അവഞ്ചേഴ്സ് വരും. കാരണം അവർ വരുന്നത് തന്നെ ഇപ്പോൾ തോർ പുറത്ത് വേൾഡിലുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ തോർ വന്നത് കാരണം ബാക്കിയുള്ള ത്രെഡ്സും നമ്മുടെ വേൾഡിനെ കൺസ്യൂം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇവിടെ നമ്മുടെ തോറിനെ ഒഴിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെയാണ് സെൻട്രിനെ അവർ കൊണ്ടുവരുന്നത്. കാരണം ബാക്കിയുള്ള അവഞ്ചേഴ്സിനൊന്നും തോറുമായിട്ട് മുട്ടി നിൽക്കാം, ഐ മീൻ ബാക്കിയുള്ള ആ ഡാർക്ക് അവഞ്ചേഴ്സിലെ മെമ്പേഴ്സിനൊന്നും തോറുമായിട്ട് മുട്ടി നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ആ അവഞ്ചേഴ്സ് ഐ മീൻ ആ ഭൂമിയിൽ നമ്മുടെ തോറ് പുള്ളിയുടെ നോർമൽ പവേഴ്സ് വെച്ചിട്ടാണ് ഒരു ആസ്ഗാർഡ് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. എന്ന് വെച്ചാൽ മൊത്തം ആസ്ഗാർഡ് അല്ല, ആ ഒരു മൊത്തം ക്യാസിൽ പോലെ ഒരു സംഭവമൊക്കെ നോർമൽ വെർഷൻ ഓഫ് തോറാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡാർക്ക് അവഞ്ചേഴ്സ് വന്ന് തോറിനോട് മാറണമെന്ന് പറഞ്ഞ് തോറ് സമ്മതിക്കില്ല, അങ്ങനെ തോർ അവിടെ തന്നെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് നമ്മുടെ ഈ ഡാർക്ക് അവഞ്ചേഴ്സും തോറും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നത്. ആ ടൈമിൽ തോർ ബാക്കിയുള്ള എല്ലാ ഡാർക്ക് അവഞ്ചേഴ്സിനും ഡിഫീറ്റ് ചെയ്യും. അങ്ങനെയാണ് അവസാന ഓപ്ഷനായിട്ടുള്ള സെൻട്രിക്ക് നേരെ വരുന്നത്. സെൻട്രി അതുവരെ ഫൈറ്റ് ഇറങ്ങിയിട്ടുണ്ടാവില്ല, അത് ലാസ്റ്റായിട്ടാണ് സെൻട്രി ഇറങ്ങുന്നത്. സെൻട്രി സൂപ്പർ പവർഡ് ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഗോഡ് ലെവൽ ബീയിങ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തോറ് പുള്ളിയുടെ പഞ്ചസ് പുള്ള് ചെയ്തിട്ടാണ് അടിക്കുന്നത്.
കാരണം ഇവർ തമ്മിലുള്ള അത്രയും വലിയൊരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഫൈറ്റ് അവിടെ എത്രത്തോളം ഡിസ്ട്രക്ഷൻ, ഐ മീൻ നമ്മുടെ എർത്തിനെ തന്നെ ചില നശിപ്പിച്ചേക്കാം. അതുകൊണ്ട് അത്രയും കൺട്രോൾഡ് ആയിട്ടാണ് നമ്മുടെ തോർ അടിക്കുന്നത്. പക്ഷെ എന്നാലും സെൻട്രി വിട്ടു കൊടുക്കാതെ തന്നെ അടിക്കും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞതും തോറിൻ്റെ കൺട്രോൾ വിട്ട് പുള്ളിയുടെ സകല പവേഴ്സ് എടുത്ത് അടിക്കാൻ തുടങ്ങി. അങ്ങനെ തോറിൻ്റെ ഓരോ പഞ്ചിലും കുത്തിലും നമ്മുടെ സെൻട്രിയുടെ ഈവിൾ വെർഷൻ ആയിട്ടുള്ള, ഐ മീൻ സെൻട്രിയുടെ ഓൾട്ടർ ഈഗോ ആയിട്ടുള്ള വോയിഡ്, സെൻട്രിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള വോയിഡ് പുറത്തു വരാൻ തുടങ്ങാണ്. ഒന്നാമത്തെ കാര്യം, സെൻട്രിക്ക് ആ അടിയൊന്നും താങ്ങാൻ പറ്റുന്നില്ല. സെൻട്രി തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വോയിഡ് പുറത്തു വരുന്നത്. അങ്ങനെ പിന്നെ വോയിഡായി മാറിയിട്ടുള്ള സെൻട്രി ആയിട്ട് നമ്മുടെ തോർ ഫൈറ്റ് ചെയ്യാണ്. അപ്പോഴൊരു കാലമായിരിക്കണം, നമ്മുടെ തോർ ഇപ്പോഴും നമ്മുടെ ബേസിക് വെർഷനാണ്. റൂൺ കിങ് തോറോ ഗോഡ് ഓഫ് തോറോ അങ്ങനെ പറഞ്ഞിട്ടുള്ള തോറിൻ്റെ സുപ്പീരിയർ വെർഷൻസ് ഒന്നും അല്ല. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ തോർ സായി കയറിയിട്ട് ഇപ്പോഴുള്ള സകല തണ്ട പവേഴ്സും എടുത്തിട്ട് അത് ആ വോയിഡിൻ്റെ ദേഹത്തേക്ക് ഇറക്കൂ. അങ്ങനെ ആ വോയിഡിൻ്റെ ദേഹത്തേക്ക് ഇറക്കിയതും അത് താങ്ങാൻ പറ്റാതെ പിന്നെ ആ മൊത്തം പുകമൂട്ടമൊക്കെ മാറിയപ്പോൾ കാണുന്നത് അവിടെ ബോബായിട്ട്, അതായത് നോർമൽ ഹ്യൂമൻ ഫോമിലേക്കായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ ബോബിനെയാണ് കാണുന്നത്. വോയിഡിനെ അത് താങ്ങാൻ പറ്റാതെ. അപ്പോൾ തന്നെ ബോബ് പറയും, ഇനി ഈ ഡിസ്ട്രക്ഷൻസ് ഒന്നും എനിക്ക് കണ്ടു നിൽക്കാനൊന്നും വയ്യ, എൻ്റെ ഉള്ളിലുള്ള ആ 2 പേഴ്സണാലിറ്റീസും നശിക്കണമെങ്കിൽ എന്നെ കൊന്നേക്കെന്ന് തോറിനോട് പറയും. പക്ഷെ അപ്പം തന്നെ തോറ് പറയും, ഞാൻ ആരും കൊല്ലാനല്ലേ ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പം തന്നെ ബോബിൻ്റെ ഉള്ളിലുള്ള വോയിഡ് വീണ്ടും ടേക്ക് കൺട്രോൾ എടുക്കാൻ തുടങ്ങും. അങ്ങനെ വേറെ വഴിയില്ലാതെ വീണ്ടും അതേപോലെ ഒരു തണ്ടർ സ്ട്രൈക്ക് നമ്മുടെ തോർ ഇറക്കി ബോബിനെ കരിയിച്ച് കളയാണ്. എന്നിട്ട് ഇവനെ ഇങ്ങനെ വിട്ടാൽ വീണ്ടും വോയിഡ് ചിലപ്പോൾ ടേക്ക് കൺട്രോൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആ ബോബിൻ്റെ ബോഡി അങ്ങനെ തന്നെ തോർ പുള്ളിയുടെ കേപ്പിൽ പൊതിഞ്ഞിട്ട് നേരെ നമ്മുടെ സണ്ണിൻ്റെ അടുത്തേക്ക് പറക്കും. സണ്ണിൻ്റെ അടുത്തേക്ക് പറന്നിട്ട് പുള്ളിയുടെ ആ ബോഡി സണ്ണിൻ്റെ ഉള്ളിലേക്ക് ഡിസ്പോസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ നമ്മുടെ തോർ സെൻട്രിനെ തന്നെ കൊല്ലുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് നമ്മുടെ മെയിൻ യൂണിവേഴ്സിലല്ല, അൾട്ടിമേറ്റ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു യൂണിവേഴ്സ്, അതായത് മാർവലിലെ തന്നെ ബേസിക് സ്റ്റോറി ലൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേറെ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണ്. എന്ന് വിചാരിച്ചത് ഇതൊരു വാട്ട് ഇഫ് കോമിക് ഒന്നല്ല, നോർമൽ മാർവൽ കോമിക്കിൻ്റെ കണ്ടിന്യൂഷനിൽ വരുന്നത് തന്നെയാണ്. പക്ഷേ വേറൊരു യൂണിവേഴ്സാണ് അൾട്ടിമേറ്റ് എർത്ത് എന്ന് പറഞ്ഞിട്ട്. ആ യൂണിവേഴ്സിലെ സെൻട്രിയും തോറും തമ്മിലാണ് ഈ ഫൈറ്റ് നടക്കുന്നത്. സോ നമ്മുടെ എർത്ത് 616 തോർ ഇതിനേക്കാളും പവർഫുൾ ആയിരിക്കും. അതും കൂടി ആലോചിക്കണം. ഇനി വേറൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ എർത്തും, ഐ മീൻ മെയിൻ എർത്തിലെ തോർ തന്നെ ആയിക്കോട്ടെ, പുള്ളിക്ക് സെൻട്രിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഹൾക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ സ്റ്റാൻലി ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നത് ഓൾറെഡി പവർഫുൾ ആയിട്ടുള്ള ഒരു ഹീറോനെ ക്രിയേറ്റ് ചെയ്തു, ഐ മീൻ ഒരു മോൺസ്റ്റർ ലൈക്ക് പവർഫുൾ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തു. സോ അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളത് ആരാണ്, അതായത് ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആരാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഒരു മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ പവർഫുൾ ആയിട്ടുള്ള ആരാണ്, ഗോഡ്. One day Jack and I were talking, we wanted to do another hero, and Jack said, well, what can we do now? We've got the Hulk, who's the strongest guy in the world, and who can we get that's even bigger and better and stronger? And it occurred to me, the only thing we could do, perhaps, is come up with a god. അങ്ങനെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി തോറിനെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ തോർ എത്രത്തോളം പവർഫുൾ ആയിരിക്കും? വേൾഡ് വാർ കോമിക്കിൽ വേൾഡ് വാർ ഹൾക്കായിട്ടുള്ള നമ്മുടെ ആ ടൈമിൽ തോർ എർത്തിലുണ്ടാവില്ല. പുള്ളി റാഗ്നറോക്ക് ഭാഗവും വാർ ഓഫ് റെലം സ്റ്റോറി ലൈനായിട്ട് വേറെ എവിടെയൊക്കെ ആയിരിക്കും ആ ടൈമിൽ നമ്മുടെ സെൻട്രി മാത്രമേ എർത്തിലുണ്ടാവുള്ളൂ. സെൻട്രിനെ വിട്ടാൽ എർത്തിലുള്ളവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ ഹൾക്കിനെ ഓൾമോസ്റ്റ് ഒന്ന് പിടിച്ചു വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒന്ന് ഡിഫീറ്റ് ചെയ്യുന്നത് തന്നെ സെൻട്രിയാണ്. ഐ മീൻ ഹൾക്കിനെ ടോട്ടലി ഡിഫീറ്റ് ചെയ്യുന്നില്ല, ഓൾമോസ്റ്റ് ഒന്ന് പിടിച്ചു വെക്കുന്നത്. അങ്ങനെയുള്ള ഹൾക്കിനെ ഏതാണ്ടൊന്ന് പിടിച്ചു വെക്കാനേ സെൻട്രിക്ക് പറ്റുകയുള്ളൂ. പക്ഷേ ആ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ തന്നെ ക്രിയേറ്റ് ചെയ്തത്. സോ ഇതിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആരായിരിക്കും പവർഫുൾ എന്ന്. അപ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ശരി എന്നാൽ ആ ടൈമിൽ തോർ അവിടെ ഉണ്ടെന്ന് തന്നെ വെച്ചോ, സെൻട്രിയും ഉണ്ട്, അപ്പോൾ ഇതിൽ തോറിന് നമ്മുടെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് അല്ലേ? അതിന് ഉത്തരമുണ്ട്. കാരണം ഇതേ വേൾഡ് വാർ ഹൾക്കിൻ്റെ തന്നെ വാട്ട് ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു കോമിക് ഉണ്ടായിരുന്നു. അതായത് ഒരു പക്ഷേ നമ്മുടെ ഹൾക്ക് വേൾഡ് വാർ ഹൾക്കായിട്ട് ആ എർത്തിൽ വന്ന ടൈമിൽ തന്നെ തോർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി. ആ സ്റ്റോറിയിൽ നമ്മുടെ തോർ വേൾഡ് വാർ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യും. കാരണം ആ സ്റ്റോറിയിൽ സെൻട്രിനെ ഹൾക്ക് ഡിഫീറ്റ് ചെയ്തതിന് ശേഷമാണ് തോർ വരുന്നത്. അതിന് ശേഷമാണ് തോർ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. സോ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്തു, അതായത് സെൻട്രിനെ ഹൾക്ക് ഡിഫീറ്റ് ചെയ്തു, ആ ഹൾക്കിനെ തോർ ഡിഫീറ്റ് ചെയ്തു. സോ അവിടെ സെൻട്രിനേക്കാളും പവർഫുൾ ആയിരിക്കും, ആലോചിക്കാമല്ലോ. സോ എത്രയൊക്കെ പവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ സുപ്പീരിയർ ആണെന്ന് പറഞ്ഞാലും ബോബ് ഒരു എക്സ്പെരിമെൻറ്റ് ലെവൽ സൂപ്പർ ഹീറോ ആണ്. അതായത് പുള്ളിക്ക് ഒരു ഡപ്പയിൽ നിന്ന് കിട്ടിയ ഒരു സെറിഞ്ച് പോലത്തെ ഒരു സാധനത്തിൽ നിന്നാണ് പുള്ളിയുടെ പവേഴ്സ് തന്നെ കിട്ടുന്നത്. അത് ഒരു ഗോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം മാച്ചിങ് ആയിരിക്കും ആലോചിക്കാമല്ലോ. പിന്നെ തോറിൻ്റെ തന്നെ സുപ്പീരിയർ വെർഷൻ എന്ന് പറഞ്ഞിട്ട് ഗോഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു വെർഷൻ ഉണ്ട്. അത് തോറിൻ്റെ ഒരു സുപ്പീരിയർ വെർഷൻ ഒന്നല്ല, ഗോർ ദ ഗോഡ് ബുച്ചറുമായിട്ടുള്ള ഫൈറ്റിൽ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള 3 വെർഷൻസ് ഓഫ് തോർ ഒരുമിച്ച് ചേർന്നിട്ട് ഗോർ എല്ലാ ഗോഡ്സിനെയും ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോഡ് ബോംബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്യും.
അങ്ങനെ ആ ഗോഡ് ബോംബ് 2 മിയോണർ വെച്ചിട്ട് തടുക്കുന്നത് നമ്മുടെ മെയിൻ യൂണിവേഴ്സിലെ പ്രസൻറ്റിലുള്ള തോറാണ്. ആ ടൈമിൽ ഭൂമിയിലുള്ള സകല ഗോഡ്സും, ഭൂമിയിൽ നിന്നല്ല യൂണിവേഴ്സിലുള്ള സകല ഗോഡ്സും അവർ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും തോറിന് പവേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്തിന് തോറിൻ്റെ അച്ഛനായിട്ടുള്ള ഓഡിൻ വരെ തോറിന് പ്രാർത്ഥിക്കും, അതായത് തോറിന് അതിനുള്ള പവേഴ്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് തോർ ദ ഗോഡ് ഓഫ് പ്രയറായി മാറുന്നത്. അതാണ് തോറിൻ്റെ ഒരു സുപ്പീരിയർ വെർഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിചാരിക്കുന്നത്. ഇതാണ് സംഭവം. സോ എല്ലാ ഗോഡ്സിനെയും കൊല്ലാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ഗോഡ് ബോംബ് തന്നെ തടുക്കണമെങ്കിൽ ആ ഗോഡ് എത്രത്തോളം പവർഫുൾ ആയിരിക്കും. സോ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ ആരായിരിക്കും വിന്നറെന്ന്. പക്ഷേ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. നോക്കാമല്ലോ ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടെന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.